ദൈവകൃപയിൽ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വചനങ്ങൾ പറയുവാനും ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണ്. നിങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ ദൈവം സഹായിക്കുന്ന നാളുകളാണിത്. ഞാനിങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ദൈവം തൻ്റെ അനുഗ്രഹത്തെ കൈമാറാൻ ചില അവസരങ്ങൾ ദൈവം ഒരുക്കും. ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ കൈമാറാൻ, അതിങ്ങനെ ഒരു കയ്യിൽ നിന്ന് വേറൊരു കയ്യിലേക്ക് കൊടുക്കാൻ ദൈവം ഇങ്ങനെ ചില സമയങ്ങൾ ഒരുക്കും. അതാണ് ശാലോം ടി വിയിലൂടെ ഈ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ, ഈ ഒരു ശുശ്രൂഷ 33 ദിവസം ഇങ്ങനെ ഇടമുറിയാതെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ കുടുംബത്തെ തലമുറകളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹങ്ങൾ കയ്യിലുള്ള ദൈവം അതിനൊരവസരം ഒരുക്കിയിരിക്കുന്നതാണിത്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ആർക്കും വലിയ ആളാകാനോ ചെറിയ ആളാകാനോ ആഗ്രഹം കൊണ്ടല്ല. നിങ്ങൾ ദൈവവചനം അറിയുമ്പോൾ അത് സ്വർഗത്തിലെ ഞങ്ങളുടെ നിക്ഷേപമാണിത്. നിങ്ങളും നിങ്ങളുടെ ഫോണിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക, സ്വർഗം സന്തോഷിക്കും. വേറൊരാളെക്കുറിച്ചുള്ള കുറ്റവും വേറൊരാളെക്കുറിച്ചുള്ള കളിയാക്കലുകളും ട്രോൾ വീഡിയോകളും അല്ലെങ്കിൽ വിമർശനങ്ങളും വാർത്തകളും മാത്രം ഷെയർ ചെയ്താൽ പോരാ. ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളെ തൊടുമ്പോൾ അത് 10-15 പേരോട് വിളിച്ചു പറയണം, ഒന്ന് കാണാൻ പറയണം, അത് ഷെയർ ചെയ്യണം. പ്രിയപ്പെട്ട, ആ ഷെയർ ചെയ്യുമ്പോൾ ₹1 നഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചെയ്യുകയാണ്. 10 പേർ നിങ്ങളിലൂടെ ദൈവവചനം കേൾക്കുമ്പോൾ അത് സ്വർഗത്തിലെ നിങ്ങളുടെ നിക്ഷേപമാണ്. എനിക്കൊരു അനുഭവമുണ്ട് ഈ സമയത്ത് പറയാൻ. ഒരാൾക്ക് വചനം കൈമാറി. അപ്പോൾ അയാൾ ഒരു മോശമായൊരു വാക്ക് തിരിച്ച് ടൈപ്പ് ചെയ്തിട്ടു. രണ്ടാമത് വേറൊരു മെസ്സേജ് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിത് വിശ്വസിക്കുന്ന ആളല്ല, എനിക്കിങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾ അയച്ചു തരരുത് പ്ലീസ് എന്നയച്ചു. അറിയാതെ മറ്റൊരു ദിവസം ഒരു വചനം അയച്ചു പോയി. അയച്ച പാടെ ഞാൻ ഡിലീറ്റാക്കി. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് ഡിലീറ്റാക്കിയത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു വചനമാണ് ഞാൻ ഇട്ട് തന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആ വാക്ക് കേൾക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ആക്കിയത്. എന്തായാലും അയക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾ ഒത്തിരി പ്രശ്നത്തിലായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു ഞാൻ അയാളിൽ നിന്നൊരു മോശം വാക്കുണ്ടാകും. പെട്ടെന്ന് ഞാനത് ഡിലീറ്റ് ആക്കി. അയാൾ വീണ്ടും അയച്ചു കൊടുത്തു. അയാളത് കേട്ടിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ്, എൻ്റെ ഒരു കൂട്ടുകാർ എന്നെ വല്ലാണ്ട് ചതിച്ചു, എൻ്റെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് അവൻ ഈ രാജ്യം വിട്ടുപോയി. അയാളൊരു സാമ്പത്തിക ഇടപാടുകളിൽ അയാൾ വിശ്വസിച്ച് കൂടെ നടന്ന സഹോദരനേക്കാളും കുടുംബത്തിലുള്ളവരെക്കാളും വിശ്വസിച്ചൊരു സുഹൃത്ത് ലക്ഷക്കണക്കിന് രൂപയുമായി അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് വേറൊരു രാജ്യത്തിലേക്ക് കടന്നു കളഞ്ഞു. ഇപ്പോൾ ഒരു അഡ്രസ്സും ഇല്ല. അയാളെ കുടുംബക്കാരടുത്ത് ചെന്നപ്പം അയാൾ എവിടെയാണെന്നറിയില്ല. അങ്ങനെ തകർന്നിരിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഈ വചനം എനിക്ക് വേണം. ആ വചനം എന്നിട്ട് പിന്നീട് അയാൾ എനിക്കൊരു മെസ്സേജ് ഇട്ട്, ഇങ്ങനെയുള്ള വചനങ്ങൾ എനിക്ക് അയക്കാതിരിക്കരുത്, ആ വചനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്, ആ വചനം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ഈ വചനം ഇന്ന് കേൾക്കുകയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 52-ാമത്തെ വാക്യം. അത് എഴുതിയിരിക്കുന്നത്, ശക്തരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. അടുത്ത വാക്കെന്നറിയാമോ? എളിയവരെ അവിടുന്ന് ഉയർത്തി. ഇത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം, മറിയത്തിൻ്റെ സ്തോത്രഗീതം എഴുതിയിരിക്കുകയാണ്. എളിയവരെ ഉയർത്തി. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. എളിയവരെ ഉയർത്തും. ഞാനെന്തോ സംഭവമാണ്, ഞാൻ വലിയൊരാളാണ്, ഇതെല്ലാം ഞാനാണ് ചെയ്തത്, ഞാൻ കാരണം ഇതെല്ലാം ഉണ്ടായത്, അങ്ങനെയുള്ളവരെ ഉയർത്തി എന്നല്ല. എളിയവരെ, ഞാൻ ദൈവത്തിൻ്റെ ഒരു ദാസനാണ്, ഒരു പാപിയായ മനുഷ്യനാണ്, ഞാൻ ഇത്രയ്ക്ക് ഉള്ളൂ. എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും. നിങ്ങളുടെ കുടുംബം എളിമയോടെ നിൽക്കുക. എനിക്ക് ഈ വചനം വേണ്ട, എനിക്ക് പ്രാർത്ഥന വേണ്ട, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഈ ധ്യാനവും പ്രസംഗമൊന്നും ഇഷ്ടമല്ല, ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ വെട്ടിപ്പാണ്, ഇതൊക്കെ ചുമ്മാ കബളിപ്പിക്കലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷെ ബൈബിൾ വചനം പറയുന്നു, ഇങ്ങനെ വിമർശിക്കുന്നവരെയും ഇങ്ങനെയുള്ളവരെയല്ല, എളിമയോടെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തും എന്ന് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യമാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസത്തിൽ നിങ്ങളൊന്ന് എളിമപ്പെടണം. ഞാനും നിങ്ങളും
ഒന്നുമല്ല. എല്ലാം ഉണ്ടെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഒന്നും അല്ലാതാകാൻ പറ്റും. ഒന്നുമില്ലാത്തവനെ എല്ലാം ആക്കാനും ദൈവത്തിന് പറ്റും. ഇത് രണ്ടും സത്യങ്ങളാണ്. കണ്ണിരിക്കുന്നത് എവിടെയാണ്? കണ്ണ് ഇവിടെയാണ്. കണ്ണിൻ്റെ പിരികമിരിക്കുന്നതോ ഒരു വിരലിൻ്റെ ഗ്യാപ്പിൻ്റെ മുകളിൽ. പക്ഷെ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇത്? കണ്ണിൻ്റെ മുകളിലിരിക്കുന്ന പിരികം കാണണമെങ്കിൽ 50 രൂപയുടെയോ 5 രൂപയുടെയോ കണ്ണാടി വേണം. ആ കണ്ണാടിയുടെ നോക്കുമ്പോഴേ സുഹൃത്തെ നിൻ്റെ പിരികം പോലും നീ കാണുള്ളൂ. അത്രേ ഉള്ളൂ. ഏത് കോടീശ്വരനും എല്ലാവരും സ്വന്തം പിരികം പോലും നേരെ കാണാൻ ഭാഗ്യമില്ലാത്തവരെല്ലാവരും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട്? എൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കി എനിക്ക് പിരികം കാണാൻ പറ്റില്ലെന്നേ. എൻ്റെ മുഖത്തായിരിക്കുന്നത് 10 കിലോമീറ്റർ അപ്പുറത്തല്ല. ഒരു വിരലിങ്ങനെ വെച്ചാൽ അതിൻ്റെ മുകളിലിരിക്കുന്നത് ആ പിരികം. പക്ഷെ അതുപോലും കാണണമെങ്കിൽ ഒരു കണ്ണാടിയുടെ നോക്കണം. നേരിട്ട് കാണാൻ പറ്റില്ല. അത്രേ ഉള്ളൂ ഞാനും നിങ്ങളും. എളിമയോടെ നിൽക്കുന്നവരെ അഹങ്കരിച്ചാലോ സിംഹാസനത്തിലായിരിക്കുന്നതിലും മറിച്ചിടും, താഴെ പോകും. എത്രയോ പേര് താഴെ പോയി, എത്രയോ എളിയവരെ ദൈവം ഉയർത്തി. എളിമപ്പെടാനൊരു വഴിയുണ്ട്. ദൈവസന്നിധിയിൽ ഒരു കാര്യമുണ്ട്. ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞാൽ മതി. ദൈവമേ, ഇരിക്കുന്ന 50 രൂപ നേർച്ചപ്പെട്ടിയിൽ ഇടുവൊന്നും വേണ്ട. 5 രൂപ ഡൊണേഷൻ കൊടുക്കണ്ട. അല്ലാതെ ഇപ്പോൾ ഇരിക്കുന്ന കസേലയിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ പറ, ദൈവമേ ഞാനൊരു പാപിയാണ്. ഒരുപാട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞാൻ വീണുപോയ ഒരാളാണ്. ഞാൻ ബലഹീനനാണ്. നിന്നെ ദൈവം ഉയർത്തും. അതാ ബൈബിൾ പറയുന്നത്. എളിമയുള്ളവരെ ദൈവം ഉയർത്തും. അതുകൊണ്ടൊരു വാക്യം ഇതിനോട് ചേർത്ത് വായിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. മറക്കരുത് ഈ വാക്യങ്ങൾ. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും കിളിർക്കും. ഇത്രയും പ്രത്യാശയുണ്ടോ നിനക്ക്? ഇത്രയും പ്രത്യാശയുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന്? ഇല്ല. ഒരു ചെറിയൊരു മുറിവ് വരുമ്പോഴത്തേക്കും ദാ തകർന്ന് താഴെ കിടക്കുന്ന ബൈബിൾ പറയുന്നു വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്. അതിനെ വെട്ടി മുറിച്ച് പല കഷ്ണങ്ങളാക്കിയാലും അതിൻ്റെ ചുവട് പറയും ഞാൻ വീണ്ടും കിളിർക്കുമെന്ന്. നിങ്ങൾ പറയുമോ ഈ പ്രശ്നത്തിൽ ഞാൻ വീണ്ടും കിളിർക്കുമെന്ന്? വിശ്വസിക്കുന്നവൻ പറയും ഞാൻ കിളിർക്കും. എത്ര കഷ്ണങ്ങളായി മുറിച്ചാലും ഞാൻ വീണ്ടും കിളിർക്കും. വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. നിങ്ങളോട് പറയുന്ന വാക്കാണ് കേട്ടോ. ഇത് നിന്നോട് പറയുന്ന പോലെ ഒന്ന് കേട്ടേ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കാനും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കാനും തുടങ്ങും. എപ്പോഴാ? വെള്ളത്തിൻ്റെ ഗന്ധമേൽക്കുമ്പോൾ. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം വെള്ളത്തിൻ്റെ ഗന്ധം പോലെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ തൊടുമ്പോൾ നിങ്ങളുടെ മുറിഞ്ഞ ജീവിതം, തകർന്നു എന്ന് പറഞ്ഞ ജീവിതം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതം, ദൈവത്തിൻ്റെ വചനം പറയുന്നു എളിമയോടെ നിൽക്കുമ്പോൾ ആ ജീവിതം കിളിർക്കും, ആ ജീവിതം വളരും, ശാഖകൾ പുറപ്പെടുവിക്കും, ജീവിതം ഒരു അനുഗ്രഹമായി മാറുമെന്ന് എളിമയുള്ളവരെ ദൈവം ഇതുപോലെ ഉയർത്തും.